ഫോളോയിങ് ദ സ്റ്റാർ ഡേ 20 ദൈവമക്കളായി തീരുക. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെൻറ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുക എന്നത് ദിനംതോറും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വാക്കാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ തവണ വിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവിന് തൻ്റെ മക്കളോടുള്ള അതിമഹത്തായ സ്നേഹത്തെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ഈ വാക്യത്തിലൂടെ ദൈവം നൽകുന്ന പ്രത്യാശയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതാനുഭവം എന്തു തന്നെ ആയിരുന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കുന്നത് ഈ പ്രത്യാശ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം തൻ്റെ വചനത്തിലാണ് സർവവും സൃഷ്ടിച്ചത്. ഈ വചനം ജഡരൂപമായി വെളിച്ചമായി ഭൂമിയിൽ അവതരിച്ചത് ക്രിസ്തുവായിട്ടാണ്. ലോകത്തിൽ അവതരിച്ച ഈ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. ലോകത്തിൽ 2 ശക്തികളുണ്ട്, അന്ധകാരത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ശക്തിയും. നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായ എന്തും അന്ധകാരശക്തിയാണ്. അന്ധകാരശക്തി നമ്മെ തിന്മയുടെ വഴിയിലേക്കാണ് നയിക്കുന്നത്. സമ്പത്തിനോടും അധികാരത്തോടും സുഖഭോഗങ്ങളോടുമുള്ള അമിതമായ ആഗ്രഹം നമ്മെ സർവ്വ തിന്മകളിലേക്കും നയിക്കുന്നതാണ്. എന്നാൽ സമ്പത്തും അധികാരവും ദൈവം തന്നതാണെന്നുള്ള ബോധ്യവും ദൈവത്തോട് വിധേയത്വവും ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്നതിനാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരമെടുത്തത്. പ്രകാശത്തിൻ്റെ നന്മ ചൊരിയണമെങ്കിൽ അന്ധകാരത്തെ തിരിച്ചറിയണം. അന്ധകാരത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരുക്ക നാളുകളാണ് ഈ ആഗമനകാലം. ക്രിസ്തുവിൽ ജീവനുണ്ട്. അവൻ നൽകുന്ന ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥ വെളിച്ചം തെളിയിക്കുവാൻ ക്രിസ്തുവിലുള്ള ജീവന് മാത്രമേ സാധിക്കുകയുള്ളൂ. പുനർജീവൻ പ്രാപിക്കാത്ത വ്യക്തിക്ക് ദൈവമക്കളാകുവാൻ സാധ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവമക്കളാകുവാൻ സാധിക്കൂ എന്നാണ് വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്നത് തലയിലെ അറിവായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകജ്ഞാനം അതിന് പര്യാപ്തമല്ല. ഉദാഹരണമായി, ഒരു കസേര എൻ്റെ അടുത്തുണ്ട്. ആ കസേരയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാം. എന്തുകൊണ്ടാണ് പണിതതെന്നും ആരാണ് പണിതതെന്നും അതിൻ്റെ ഉപയോഗവുമെല്ലാം എനിക്കറിയാം. എന്നാൽ ഈ ഒരു അറിവ് എനിക്ക് ലോകപരമായ അറിവ് മാത്രമാണ്, എൻ്റെ ബുദ്ധി കൊണ്ടുള്ള അറിവ് മാത്രമാണ്. ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ടല്ല ഇതെല്ലാം പറയുന്നത്. എന്നാൽ ഞാൻ ആ കസേരയിൽ വിശ്വാസത്തോടെ ഇരുന്നിട്ട് എന്നെ താങ്ങാൻ പര്യാപ്തമായ കസേരയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് മുഴുവനും കസേരയിൽ വെച്ച് അതെന്നെ താങ്ങുകയും ഞാനത് അനുഭവിച്ചറിയുകയും ചെയ്യുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്നത് ലോകപരമായ അറിവാകരുത്. ക്രിസ്തു എന്നെ താങ്ങുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. വാക്കുകൊണ്ട് മാറി നിന്നും അവൻ നല്ലവനാണ്, അവൻ രക്ഷകനാണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ അവൻ എന്നെ താങ്ങുന്നവനാണ് എന്ന് തിരിച്ചറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവമക്കളായി ജീവിക്കുവാൻ കഴിയുന്നത്. നമ്മൾ അവനിൽ ആശ്രയം വെക്കുന്നവരാകണം, അവൻ്റെ മേൽ വിശ്രമിക്കുന്നവരാകണം. ആഴമായ വിശ്വാസമുണ്ടെങ്കിലേ ഇതിനെല്ലാം സാധിക്കുകയുള്ളൂ. പുൽക്കൂടിൻ്റെ ലാളിത്യത്തിലേക്ക് വന്ന സത്യവെളിച്ചമായ ക്രിസ്തുവിനെ ലോകം അറിഞ്ഞില്ല. ക്രിസ്തുവിൽ ജീവനുണ്ട്. അവൻ നൽകുന്ന ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ സത്യവെളിച്ചത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ദൈവമക്കൾ. ഈ ആഗമന കാലത്തിൽ നമുക്കും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാകാം. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ദൈവമക്കളാകാൻ സാധിക്കുന്നത്. അപ്രകാരമുള്ള ദൈവമക്കളാകുവാൻ കർത്താവെ, ഞങ്ങളെയും ശക്തീകരിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.